ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കിങ്ങനെ സുഖമായിട്ട് പോണ്. മഴയൊക്കെ തകൃതിയായിട്ട് പെയ്യില്ല എല്ലാവിടെയും. പിള്ളേരുടെ ജലദോഷവും കാര്യങ്ങളൊക്കെ കുറഞ്ഞിങ്ങനെ വരണ്. ഫുള്ളായിട്ട് മാറിയിട്ടില്ല, വിട്ട് മാറിയിട്ടില്ല. ഈ ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാലോ, കുറച്ച് ദിവസം ഇങ്ങനെ എടുത്ത് വട്ടം കറക്കിയിട്ട് അത് മാറുള്ളൂ. അപ്പൊ രാത്രിയാണെങ്കിൽ ഈ അസുഖങ്ങൾക്കൊക്കെ കൂടുതൽ വരുന്നത്, അതായത് ജലദോഷം, ഉറങ്ങുമ്പോൾ ശ്വാസം കിട്ടാണ്ട് വരുന്നത്, അതൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് രാത്രിയാണ്. പകലൊക്കെ അവർ ഓക്കെ ഉണ്ട്, അവര് കളിച്ച് തിമിർത്ത് നടന്നോളും. വൈകുന്നേരം ആവുമ്പോ ഉറക്കില്ല എന്നുള്ളതാണ് സത്യം. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ശ്വാസം എടുക്കാൻ പറ്റാത്തതാണ്. എന്നാലും കുറച്ചും കൂടി ഭേദമായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ മാറുമായിരിക്കും വിചാരിക്കുന്നത്. ഞാൻ മെഡിസിൻ കൊടുക്കുന്നുണ്ട്. കൂടിക്കഴിഞ്ഞാൽ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ കൊണ്ടുപോയിട്ട് മരുന്ന് കൊടുത്ത് വീണ്ടും വേറെ മരുന്നുകൾ കുറേ കുത്തിക്കയറ്റുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തത്, കുറയണ കാരണം. ഇന്നും അപ്പച്ചൻ രാവിലെ തന്നെ തൃശ്ശൂർക്ക് പോയിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എനിക്കിടയിൽ മുൻപ് തന്നെ അപ്പച്ചൻ പോകും. ഇപ്പം കുറച്ച് 2-3 ദിവസമായിട്ടുള്ള നമ്മുടെ വീട്ടിൽ മീൻ വാങ്ങിച്ചിട്ട് കുറച്ചധികം മീനുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ മഴ പെയ്യുമ്പോൾ നമുക്ക് ജീവനുള്ള മീനെ കിട്ടും. അതായത് അത് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ്, ഫ്രഷ് മീൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ വീണ്ടും മീൻ വാങ്ങാൻ പോയേക്കാണ്. വേറെ ഒന്നുമല്ല, കാരണം നമ്മുടെ ആദം കുട്ടന്മാരാണ്. കാരണം കുട്ടന്മാർക്ക് മീൻ ഇഷ്ടമാണ്. അപ്പം ജീവനുള്ള മീനെ പിടിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അപ്പാപ്പൻ പോയിട്ടുണ്ട്. നമ്മളിതേ ഇപ്പൊ അപ്പാപ്പനാ എവിടെയാ പാപ്പൻ? എന്നിട്ട് മീനെയാണ് അവൻ കൊണ്ടുവരാൻ പോണേ. എന്നിട്ട് മീനെ കൊണ്ടുവരാന്നുള്ളത് വന്ന് കഴിയുമ്പോ ഞാൻ കാണിച്ചു തരാം. മീൻ കൊണ്ടുവന്ന പിന്നെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ആദംകുട്ടൻ ഒരു വടി പിടിച്ചിരിക്കും. ആ മീൻ അടി കൊക്കണം, മീൻ അടി എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. അവനെ വിളിക്കാണ്ടോട്ട് അപ്പാപ്പൻ, അവനെ അകത്താണെങ്കിലും അവനെ കൊണ്ടുപോകണ്ട അപ്പാപ്പൻ കട്ട് ചെയ്യില്ല. കാരണം അവനെ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവൻ ചെന്ന് അതിൽ കിടന്ന് വരുകും. അബ്രുവിനെ കൊണ്ടായാലും അതന്നെ സ്ഥിതി. അബ്രുവിനെ അതിൻ്റെ ഉള്ളിൽ വരുകേണ്ടി വരും. അതന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുക്കാ. ചെരുപ്പ് ഏത് നോക്കിയടാ? കട്ടിവാളപ്പം മറ്റേ മീൻ കിട്ടിയില്ലേ? കേറ്റുമീന് ചാല വേറെ. അപ്പൊ ഈ മീൻ തന്നെ നാളെ സുഖം കൊടുത്തേ. ഞാൻ വിചാരിച്ചു മറ്റേ പൊടിമീന്റെ പോലത്തെ അതിനെ ഏത് മീൻ ഇഷ്ടായേ? നോക്കണോക്കി ജീവന്റെ ചത്തല്ലട വിട്. കണ്ടാ ശ്വാസം വലിക്കുന്നുണ്ട്. അത് അബുരു കണ്ടിട്ടത് മീമി കുർണി നിന്റെ തൊപ്പി കാണില്ല. തൊപ്പിക്കാരൻ എന്നിട്ട് സാധനം നോക്കണവൻ അപ്പാലയാ. വെട്ടാ പോണ അപ്പാപ്പ. അതീ വെട്ടാ പോണ അപ്പാപ്പൻ വെട്ടിക്കോളൂ. ചെറിയ വാലയല്ലേ പക്ഷെ കിട്ടിയേ കൊണ്ടുവരാനുള്ള കൊണ്ടുവരാറ്. എന്ത് പറ്റി? കണ്ണു കളയാപ്പാപ്പന്റെ അതിന് പറഞ്ഞ തലയിലെ തോർത്തുകൊണ്ടിട്ടായിരുന്നു ഇഷ്ടമായി. അല്ലെങ്കിൽ ഇപ്പൊ ശരിയാക്കി അടി കൊടുക്കണ്ടേ? പാവല്ലേ അടിക്കണ്ടടാ. പാപ്പ നന്നാക്കുന്നു. എനിക്ക് ഏറ്റുമീൻ, എന്താ പറയാ, ചാലിമീൻ എന്നൊക്കെ പറയുമ്പോ എന്റെ വീട്ടിലിങ്ങനെ കുഞ്ഞു പരലുകളില്ലേ, പരല്, കുറുവ, അതൊക്കെ
വലയിട്ട് പിടിക്കാറുണ്ട്. വലയിട്ട് പിടിക്കും. പിന്നെ പേപ്പർമാർ ഇങ്ങനെ വെട്ടി പിടിക്കും തോട്ടില്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തോടുള്ള കാരണം എനിക്കൊക്കെ അതാണ് ഓർമ്മ. അങ്ങനത്തെ മീനുകളാണ് നമ്മളവിടെ കൊണ്ടുവരുന്നത്. പക്ഷെ വീട്ടിൽ അതിനോട് വലിയ താല്പര്യമില്ല. വറക്കുന്നത് പിന്നെ ഇഷ്ടമാണ്, കറി വെക്കുന്നത് ഇഷ്ടമില്ല. പക്ഷെ ഇവിടെ അത് കറി വെക്കുന്നതൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുണ്ടോ. എൻ്റെ വീട്ടിലാണെങ്കിലും കുഞ്ഞിപ്പരലൊക്കെ കുറേ കൊണ്ടുവരുമ്പോൾ അമ്മിച്ചി പറയും ഇത് മതി, ഇതെടുത്ത് വറക്കും അല്ലെങ്കിൽ കറി വെക്കും. അപ്പച്ചന് ഇഷ്ടമാണ്, പക്ഷെ അമ്മിച്ചിക്കും വലിയ ഇഷ്ടമില്ല. സ്റ്റേബിയും കഴിക്കും, എന്നാലും വലിയ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഇവിടെ പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. വായത്തൊക്ക മീന്റെ പേര് എന്തിട്ടൊക്കെ കൊണ്ടുവന്നേക്കണ കട്ടല്ല, പിന്നെ വാല. വീഴരുത്, വാള കട്ടലാന്ന് പറഞ്ഞു. ഉണ്ണി അടിച്ചു കഴിഞ്ഞാൽ ഉണ്ണിയുടെ മേത്തേക്ക് ചാടും കേട്ടോ. അതിനങ്ങാണ്ട് തിന്നോ, അതിപ്പോ ചാടും. ചാടുന്നില്ലടാ, ചാടുന്നില്ല. വറക്കാൻ പോവാ, വറക്കാൻ പോവാന്ന് കൊച്ച്. വാള വാള പപ്പ വെട്ടണ്. അത് കട്ടല കട്ടല. നോക്കിയടാ കുഞ്ഞോ, പലിങ്ങീണ്ട. ഇന്നാളെ ദിവസം വാങ്ങിയ മീന് പലിങ്ങീനുണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. ഏയ് അതാണ് കണ്ടക്ക് വറക്കണത്. വെക്കണ വെക്കണ കണ്ണ് കണ്ടില്ലേ അവന് മീനില് പോവാൻ പറ്റില്ല. അയ്യോ ആ ചാടി പോവോ നീ തോട്ടിലേക്ക്? തോട്ടില് പോവോ? അടി കൊടുക്കണ. ദേ പോണ്ട. അപ്പാപ്പന്റെ മീൻ എങ്ങനെ ചാടിയത്? എങ്ങനെ ആത്തിന്റെ അടുത്തേക്ക് വന്നാ? അതൊക്കെ എന്നിട്ട് ഉണ്ടാക്കാൻ പോണേ? മഴയാ? എന്നിട്ട് ഉണ്ടാക്കാൻ പോണേന്ന്? അവരിത്തോട്ടേടി എന്റെ മോന്റെ മുന്നിലടി. അവനുണ്ടാക്കട്ടെ വീട്. ആത്തിന് വീടുണ്ടാക്കാതാ? എത്ര വീടുണ്ടാക്കണ്ടേ? 3 വീടുണ്ടാക്കണ്ട? 4 വീടുണ്ടാക്കിയല്ലോ. 3 മതിയാ? കണ്ട കൊച്ചിന്നലെ രാത്രി വീടുകൾ ഉണ്ടാക്കി വെച്ചേക്കണണ്ട. കൊച്ചിന്റെ വീടുകൾ എത്ര വീടല്ലേ? 1 2 3 4 5 വീടുണ്ട് കൊച്ചിന്. ഈശോ, ഏത് അടുത്ത വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അഭിനയം തരില്ല കേട്ടാ. നല്ല തകൃതിയായ മഴയുണ്ട്. അപ്പാപ്പ മീൻ വെട്ടി ഏകദേശം കഴിയാറായിണ്ട്. മീൻ വെട്ടി നമ്മുടെ ആദംകുട്ടൻ ലാസ്റ്റ് അപ്പാപ്പന്റെ മടിയിൽ കയറിയിരുന്നു. അപ്പൊ അപ്പാപ്പൻ ആദത്തിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ അപ്പാപ്പന്റെ മീൻ വെട്ടി കഴിഞ്ഞിട്ട് മറ്റേ നമ്മൾ അന്ന് വാങ്ങിയ വാളയല്ല മറ്റേ കട്ടിലേക്കില്ലേ, അതിലൊന്നും മീൻമോട്ടില്ലേ പലിമീൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഈ മീനില് പലിമീനുണ്ട്. അതുകൊണ്ട് നമുക്കത് വറുത്ത് തിന്നാം. ഏത് മീന്? അത് മീനാ? ചേട്ടൻ്റെ ഒരു മീനാന്ന്. മൂക്കട്ടെന്നാ? മുറുക്കട്ടെ. ചേട്ടൻ മീനെ മുറുക്കാൻ പോകും. എങ്ങനെ മീനെ മുറുക്കിയപ്പാപ്പൻ? കത്തി വേണല്ലേ? കത്തി എടുക്കാടാ നിനക്ക് മുറുക്കാൻ വേണ്ടിട്ട് കുറുമ്പ. മീൻ വറുക്കാനുള്ള മസാല തിരുമാൻ പോവാട്ടാ. എന്നിട്ടേക്ക് ഇടണേ? മല്ലിപ്പൊടി, മുളക് പൊടി, പിഴിഞ്ഞ. അപ്പൊ ഉപ്പിടുന്നില്ലേ? ഉപ്പിട്ടു എന്നിട്ട് തിരുമ്പ്. തിരുമ്പ്. തിരുമ്പി. നീ ചട്ടിയിലിട്. വെളിച്ചെണ്ണ ഒഴിക്കേ. വറക്ക്. തിന്നേ. അത് തിന്നേ. അബുരിനോടത്തെ തിന്നാൻ മീൻ വറുത്തത്. അബുരിനോടി. രണ്ടുപേരും തിന്നു. നമ്മുടെ മീൻ കട്ട് ചെയ്ത് ഏകദേശം കഴിഞ്ഞിട്ടാ. അപ്പച്ചമ്മേനെ മീൻ കട്ട് ചെയ്യുമ്പോ ഇങ്ങനെ നല്ല ഭംഗിയിൽ കട്ട് ചെയ്യും. നമ്മൾ കട്ട് ചെയ്യണ പോലെയല്ല, നല്ല വൃത്തിക്ക് കട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ മീൻ കട്ട് ചെയ്യുന്നത് അപ്പച്ചൻ തന്നെയാ. ബാക്കി മീനുകളെടുത്ത് നമ്മള് ഫ്രിഡ്ജിൽ വെച്ചോ. കൊറേ മീനായിട്ട് ഇപ്പൊ ഫ്രിഡ്ജില്. കായും പയറും പേരിട്ടാ. ഒരു പാവയ്ക്കും കൂടി ഇട്ടുണ്ടല്ലേ. പച്ചപ്പയറാണ്. അല്ല പച്ചപ്പയറല്ല, ഉണക്കപ്പയറ് മാറിപ്പോയി. ഉണക്കപ്പയറും കായും വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടന്മാർക്ക് എടുത്തു വെച്ചിട്ട് കാര്യമില്ല, കാരണം അവന്മാർ തിന്നില്ലേ. പാവയ്ക്ക് ഇട്ടേക്കണേ ചെറിയൊരു കയ്പുണ്ട്. കയ്പുള്ള കാരണം 2 പേരും കഴിക്കില്ല.
പിന്നെ നമ്മുടെ മീൻ വറുക്കാൻ അവിടെ മിച്ച് മസാല ഇടാൻ വേണ്ടിട്ട് പോകുള്ളൂ. അപ്പൊ ഈ പരിപാടി തീർന്നു കഴിഞ്ഞാൽ മറ്റേ മീൻ മുട്ടയ്ക്ക് സബോള ഇഞ്ചി പച്ചമുളക് സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അത് സെറ്റാക്കാം, അതാ മിച്ച് സെറ്റാക്കാം. നമ്മുടെ മീൻ മസാല സെറ്റാക്കി വെച്ചിട്ടാ മീൻ മുട്ടയുടെ ഇങ്ങനെ ഉടച്ച് ഇതിൽ മുട്ട ഇട്ടിട്ട് ഇവിടെ വറക്കാറ്, സബോള ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടിട്ട് സെറ്റായിട്ട്. ഇന്ന് മീൻ വറക്കൽക്കാരൻ പുറത്തായതുകൊണ്ട് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ മീൻ അവനിടുന്ന് പറഞ്ഞിട്ട് വലിയ തല്ലായനെ. അവൻ പുറത്ത് അപ്പാപ്പൻ്റെ കൂടെ ഭയങ്കരമായി കളിയില്ല, അപ്പാപ്പനും മക്കളും കൂടി, അതുകൊണ്ട് എത്തിയിട്ടില്ല. ഇടയ്ക്ക് വന്ന് നോക്കിണ്ട് എന്നിട്ട് ഇവിടെ പരിപാടിക്കും. അതേടാ അപ്പൊ അവിടെ ഇരുന്നോട്ടെ. അതെ അവനിറങ്ങി തന്നെ, അതിറങ്ങി തന്നെ. നമ്മുടെ മീൻ മുട്ട സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സാധാരണ കുത്തിപ്പൊടിച്ച പോലെ ആക്കാറ് വെച്ച് ഇന്നൊരു സ്ക്വയർ പോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് മുട്ട. മീൻ മുട്ട പിന്നെ അതേ മീൻ വറുത്തത്, ഇത് കായും പയറും ഉപ്പേരി. എരിവ് കൂടിയാവോ? ഈ മുളകിന് ഭയങ്കര എരിവാന്ന് പറയുന്നത്. ഞാൻ ഇട്ടപ്പോ കുറച്ച് കൂടി. ഇതേ പിന്നെ മീൻ വറുത്തത്, ഇത് ഇന്നലത്തെ സാമ്പാർ. നമ്മുടെ ആദക്കൂട്ടത്തെ ഇവിടെ നിൽക്കണുണ്ട്. അതിന് മീൻ മുട്ട വേണ്ടേ അമ്മേ? ഞങ്ങള് കാരണം ശരിക്കും അപ്പാപ്പന്റെ വരുമാനം ഇല്ലാണ്ടായി എന്നുള്ളതാണ് സത്യം. അതായത് ചേട്ടായി പോയി കുറച്ച് ദിവസം നമ്മുടെ വീട്ടില് 2 എരുമ ഉണ്ടായിരുന്നു. 2 എരുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എരുമേനും നമ്മൾ പാല് കൊടുക്കുന്നുണ്ടായി, കറക്കണ എരുമകളായിരുന്നു. അപ്പൊ അപ്പച്ചനായിരുന്നോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എരുമേനെ കറക്കല്, പുല്ല്. രാവിലെ തന്നെ അപ്പച്ചന്റെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ തന്നെ പുല്ല് പറിക്കാൻ പോവും. ഞങ്ങളൊക്കെ എനിക്കുന്നതിന് മുൻപ് തന്നെ അപ്പച്ചൻ പുല്ല് പറിച്ചിട്ട് വരും. അത് 2 ചാക്കൊക്കെ പുല്ല് പറിച്ചു കൊണ്ടിരും. പുല്ല് എരുമക്കിട്ട് ഇങ്ങനെ വാരി കൊടുക്കും. ചില എരുമകള് നമ്മുടെ മക്കളുടെ പോലെയാ, തിന്നില്ല. അപ്പൊ ഇങ്ങനെ വാരി കൊടുക്കും, വാരി കൊടുത്താലും തിന്നില്ല. അങ്ങനെയായിരുന്നു. അപ്പൊ ഭയങ്കര അപ്പച്ചന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കുറച്ചും കൂടി അങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ചേട്ടായി പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു എരുമേനെ അപ്പച്ചൻ ഫസ്റ്റ് കൊടുത്തു വിട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് വെറുതെ കൊടുത്തേക്കുന്നതായിരിക്കും. അടുത്ത ഒരു എരുമയും കൂടി ഉണ്ടല്ലോ, അടുത്ത എരുമേനെ 2 ദിവസം കഴിയുമ്പോൾ അപ്പച്ചൻ വീണ്ടും കൊടുത്തു. എന്നിട്ട് 2 എരുമേനും കൊടുത്തു. അതായത് ഇവരെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചൻ ആ 2 എരുമേനും കൊടുത്തു. ഇപ്പൊ വീട്ടിലിപ്പോ ഫുൾ ടൈം ആള് ഫ്രീ ആണ്. അല്ലെങ്കിൽ അവരെ അയച്ചു കെട്ടാൻ പോണം, അവർക്ക് എന്താ പറയാ വെള്ളം കൊടുക്കാൻ പോണം, പിന്നെന്താണ് അങ്ങനെ ഓരോ പണികളിൽ ഇങ്ങനെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അമ്മച്ചിയാണെങ്കിലും ഇങ്ങനെ കുറച്ച് പണികളുണ്ടായിരുന്നു. ആ പണികളൊക്കെ ഇപ്പൊ നിർത്തി വെച്ചിപ്പോ കുറച്ച് ദിവസമായിട്ട് എന്താ പറയാ 2 എരുമകളെയും കൊടുത്ത് അപ്പച്ചൻ ഫുൾ ടൈം വീട്ടിലുണ്ട്. അപ്പൊ പിള്ളേരെ പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആള് പിടിച്ചോളും. അങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഒരു അത്ര വലിയ വരുമാനം അപ്പച്ചൊരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അത് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിങ്ങനെ ചടഞ്ഞു കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ വരും. ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പച്ചൻ വേറെ എരുമേനെ വാങ്ങിക്കണില്ലേ, വേഗം വാങ്ങിച്ചോ. കാരണം വാങ്ങിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വയ്യായികകൾ വരും. ഇങ്ങനെ ഒരു ഫ്ലോയില് നമ്മൾ പോണ ഒരു ഇതില്ലേ, അതിലങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ പോയി അങ്ങനെ കുറച്ച് ദിവസം വെറുതെ ഇരിക്കുമ്പോൾ പിന്നെ നമുക്ക് ക്ഷീണം വരും, പിന്നെ മടി വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഞാൻ പറഞ്ഞു വേഗം വേറെ വാങ്ങിക്കോ. അപ്പൊ അപ്പച്ചൻ ആലോചിക്കാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഒരു ചെറിയ വരുമാനം ഉണ്ടായത് അത് ഞങ്ങൾ കാരണം അത് പോയി. വരുമാനത്തിന്റെ ഒന്നല്ല, ഒരു എന്റർടൈൻമെന്റ്. ആ എന്റർടൈൻമെന്റ് ഇപ്പൊ പിള്ളേരുടെ അടുത്തേക്കായി. പിള്ളേരെ ഫുൾ ടൈം നോക്കാൻ വേണ്ടിട്ട് അപ്പച്ചിപ്പ ഫുൾ ടൈം വീട്ടിലുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലിപ്പ അപ്പച്ചനും ഉണ്ട്, അമ്മച്ചിയുണ്ട്. പിള്ളേരെ കാര്യങ്ങൾക്കൊന്നും ചേട്ടായി പോയെന്ന് പറഞ്ഞ ഒരു മുടക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ. കാരണം എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇവന്മാരുടെ കുട്ടിക്കുറുമ്പകൾ മാത്രമേ ഉള്ളൂ. കുട്ടിക്കുറുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തെറ്റിക്കഴിഞ്ഞ കുട്ടിക്കുറുമ്പകളാണ്. ആദത്തിനെയാണ് സഹിക്കാൻ ആദത്തിന്റെ നമ്മുടെ പറയാ 2 കണ്ണ് ഏത് സമയം ആദത്തിന്റെ പിന്നിലുണ്ടാവണം. അല്ലെങ്കിൽ ആദം എന്തെങ്കിലും പരിപാടി ആദം ഇങ്ങനെ കുറച്ചു നേരം ഒതുങ്ങി നിൽക്കണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ കുറച്ചു നേരം ആദം മിസ്സിങ് ആയി നമ്മൾ ആദത്തിനെ കാണാണ്ട് 2 മിനിറ്റ് അങ്ങ് നിന്ന് കഴിഞ്ഞാൽ ആദം അവിടെ എന്തെങ്കിലും പണികളിൽ ഏർപ്പെട്ടേക്കായിരിക്കും. ഉടായ്പ പണിയില്ല, എന്തിനു പറയാ, എന്തെങ്കിലും തരികട പണികൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഒന്നില്ലെങ്കിൽ അപ്പാപ്പന്റെ ഷേവിങ് സെറ്റ് എടുത്തുകൊണ്ട് ഓടും. അപ്പാപ്പന്റെ ഷേവ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് ഒരു കബോർഡിന്റെ ഉള്ളിലാണ്, അത് വലിച്ചെടുത്തുകൊണ്ട് പോരാ. ഫാൻ്റെ സ്വിച്ച് ഇടാ, ഇങ്ങനത്തെ ഓരോരോ പണികളാണ്. അതുകൊണ്ട് അവന്റെ കണ്ണില് അവന്റെ മുഖത്ത് നമ്മളെപ്പോഴും 2 കണ്ണും അവന്റെ മേലെ ഉണ്ടായിരിക്കണം. പിന്നെ അബ്രു ഫുൾ ടൈം പറക്കി തിന്നണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അപ്പച്ചന് മനസ്സിലായി പരിപാടി ഒറ്റടിക്ക് പോയില്ല. അതുകൊണ്ട് വേഗം എരുമേനെ കൊടുത്ത് അപ്പച്ചനും കൂടി വീട്ടിലിരുന്ന് ഇപ്പൊ റെസ്റ്റ് എടുത്ത് കുറെ ദിവസമായി ഇപ്പൊ പണിയെടുക്കണം. അപ്പൊ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കട്ടെ. അത് കഴിയുമ്പോൾ വാങ്ങിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അടുത്ത പണി വരും നമുക്ക്.
നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. See you.